Network News is brought to you in association with Arabian Jewelers, പയ്യന്നൂർ and തൃക്കരിപ്പൂർ. ജീവിതത്തിലെ ഓരോ ആഘോഷങ്ങൾക്കും ഞങ്ങൾ പൊൻനിറം പകരുന്നു. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, ചെറുവത്തൂർ, കാസർഗോഡ്. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ കേരളത്തിന്റെ വികസനം സാധ്യമല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ജയരാജൻ സ്വിച്ച് ഓൺ ചെയ്തു. കെ സുധാകരൻ ക്ലാപ്പടിച്ചു. സലീംകുമാറിന്റെ പുതിയ ചിത്രം കറുത്ത ജൂതൻ കുന്നരുവിൽ ചിത്രീകരണം ആരംഭിച്ചു. പാലക്കോട് ഹാർബറിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്. മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ദുരിതം പേറുന്നു. പിലിക്കോട് സ്റ്റീൽ സ്ഥാപനത്തിൽ തീയിട്ട സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ഓട്ടിസം എന്ന വൈകല്യത്തെ അക്ഷരങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി പ്രണവ് എന്ന 14-കാരൻ. പ്രണവിന്റെ രചനകൾ കോർത്തിണക്കിയ അമ്മ മഴ പ്രകാശനത്തിനൊരുങ്ങി. വാർത്തകൾ വിശദമായി. വൈദ്യുതി ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ കേരളത്തിന്റെ വികസനം സാധ്യമല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചെറുപുഴയിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഉൽപ്പാദനത്തിൽ നാം ഏറെ പിറകോട്ട് പോയെന്നും ഒരു കാലത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി നൽകിയിരുന്ന നാം ഇന്ന് വൈദ്യുതി വില കൊടുത്തു വാങ്ങുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2017 കേരളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാക്കി മാറ്റാൻ ഈ സർക്കാരിന് സാധിക്കുമെന്നും ഏത് മേഖലയിൽ നിന്നായാലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് വൈദ്യുതിയുടെ കാര്യത്തിൽ നാം മിച്ച സംസ്ഥാനമായിരുന്നു. അതിലെല്ലാം നമ്മൾ അഭിമാനിച്ചിട്ടുള്ളവരാണ്. പുറം സംസ്ഥാനങ്ങളിലേക്ക് വൈദ്യുതി വിൽപ്പന നടത്താൻ കഴിയുന്ന സംസ്ഥാനമായിരുന്നു നമ്മുടെ. പക്ഷെ ദൗർഭാഗ്യത്തിന് ഇന്നിപ്പോൾ കനത്ത കമ്മി സംസ്ഥാനമായിട്ട് നമ്മൾ മാറിയിരുന്നു. ഉൽപാദനം വെള്ളവണ്ണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല. പക്ഷേ ഉൽപാദനം വർദ്ധിപ്പിച്ച് വൈദ്യുത കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ കേരളത്തിന്റെ വികസനം അസാധ്യമാണ്. ചെറുപുഴ പഞ്ചായത്തിലെ 18 വാർഡുകളും ഉദയഗിരി പഞ്ചായത്തിലെ 1, ആലക്കോട് പഞ്ചായത്തിലെ 1, ഈസ്റ്റ് അളരി പഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടുത്തിയാണ് സെക്ഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത്, ഈസ്റ്റ് അളരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണിയാക്കാട്, N വേണുഗോപാലൻ, P കുമാരൻ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ജയരാജൻ സ്വിച്ച് ഓൺ ചെയ്തു. കെ സുധാകരൻ ക്ലാപ്പടിച്ചു. സലീംകുമാറിന്റെ പുതിയ ചിത്രം കറുത്ത ജൂതൻ കുന്നരുവിൽ ചിത്രീകരണം ആരംഭിച്ചു. പ്രേക്ഷകർ ചിത്രങ്ങളെ ഇപ്പോഴും വേർതിരിച്ചു കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച സംവിധായകൻ സലീംകുമാർ. മാളയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദേശീയ അവാർഡ് ജേതാവ് സലീംകുമാർ സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രം കറുത്ത ജൂതൻ രാമന്തളിയിൽ ചിത്രീകരണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെയും CPM ജില്ലാ സെക്രട്ടറി P ജയരാജന്റെയും സാന്നിധ്യം കൊണ്ടാണ് ചടങ്ങ് ശ്രദ്ധേയമായത്. P ജയരാജൻ സ്വിച്ച് ഓൺ ചെയ്ത ചടങ്ങിൽ കെ സുധാകരൻ ക്ലാപ്പടിച്ചു. മുൻ MLAയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന TA പ്രതാപൻ ആദ്യ ഷോട്ടിൽ അഭിനയിച്ചു. സിനിമയെ പ്രേക്ഷകർ ഇന്നും വേർതിരിച്ചാണ് കാണുന്നത്. അവാർഡ് സിനിമകൾ, വാണിജ്യ സിനിമകൾ എന്ന വേർതിരിവ്. തന്റെ ആദ്യ സിനിമയായ കമ്പാർട്ട്മെന്റിനും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവാർഡ് സിനിമ എന്ന ഗണത്തിൽപ്പെടുത്തി സിനിമ ആരും കണ്ടതുമില്ല, അവാർഡൊന്നും ലഭിച്ചതുമില്ല. കോടീശ്വരനായിരുന്ന താൻ ഈ ചിത്രത്തോടെ ലക്ഷപ്രഭുവായെന്നും തമാശ രൂപേണ സലീംകുമാർ പറഞ്ഞു. അങ്ങനെ ആ കോടീശ്വരനായിരുന്നു ഞാൻ ലക്ഷപ്രഭുവായി മാറി. അപ്പോൾ നല്ല സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പൈസകൾ
കളഞ്ഞു എന്ന് പറയാൻ പാടില്ല, ആരും കണ്ടില്ല എന്നുള്ളത് സത്യം. ഇപ്പൊ ഈ കറുത്ത ജൂതൻ എന്ന ഈ സിനിമയും നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആദ്യം ഈ കമ്പാർട്ട്മെന്റ് ഹോൾഡ് ഓവർ ആയത് പയ്യന്നൂരാണ്. ഫസ്റ്റ് ദിവസം തന്നെ ഹോൾഡ് ഓവറായി. അതുപോലെ വേറെ സ്ഥലത്തും വിഭിന്നമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേകതരം സിനിമകൾക്ക് ഒരാളുകൾ കാണും എന്ന് വായിച്ചു. പ്രത്യേകിച്ച് അവാർഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സിനിമക്കൊന്നും, ഈ 2 സിനിമകൾക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ടി.വി. രാജേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. അഭിനേതാക്കളായ സുഭീഷ് സുബി, ഉഷ എന്നിവരും CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനൻ, അഡ്വക്കേറ്റ് പി. സന്തോഷ്, ചിത്രത്തിന്റെ നിർമ്മാതാവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ ജൂത വിഭാഗക്കാരുടെ ചരിത്രമാണ് ചിത്രം പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2 വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിലെ അധികായന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് കറുത്ത ജൂതന്റെ സ്വിച്ച് ഓൺ കർമ്മം ശ്രദ്ധേയമായത്. സാമൂഹ്യ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുമിക്കുമെന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ജയരാജന്റെ നിലപാട്. സലീം കുമാറിന്റെ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം എന്നതിനപ്പുറം കെ സുധാകരന്റെയും പി ജയരാജന്റെയും ഒത്തുചേരൽ എന്നതാണ് ചടങ്ങിനെ ആകർഷകമാക്കിയത്. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ഇവർ ഒരുമിച്ചാണെന്നറിഞ്ഞതു മുതൽ കറുത്ത ജൂതൻ ചർച്ചാ വിഷയമായി. ടി.വി. രാജേഷ് എം.എൽ.എക്കൊപ്പം പി ജയരാജനാണ് ആദ്യമെത്തിയത്. ഒരു സിനിമ പോലെ ഉദ്യോഗഭരിതമായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങൾ. കെ സുധാകരൻ എത്തുമോ എന്ന് സലീം കുമാറിന് പോലും സംശയം. നിർത്താതെ ഫോൺ വിളികൾ. ഒടുവിൽ സുധാകരനെ ലൈനിൽ കിട്ടി. 5 മിനിറ്റിൽ എത്തുമെന്ന് അറിയിച്ചു. സംവിധായകനും സന്തോഷം. വൈകാതെ തന്നെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് കെ സുധാകരനുമെത്തി. വേദിയിലെത്തി അടുത്തടുത്ത സീറ്റുകളിലായിരുന്ന ഇരു നേതാക്കളെയും പരസ്പരം ഹസ്തദാനം ചെയ്തു. ആരെ ആദ്യം സംസാരിക്കാൻ ക്ഷണിക്കുമെന്ന സംശയത്തിൽ കുഴങ്ങിയ അധ്യക്ഷൻ ടി.വി. രാജേഷിനോട് നറുക്കിട്ട് തീരുമാനിക്കാൻ സലീംകുമാറിൻ്റെ കമൻറ്റ്. ഒടുവിൽ കെ സുധാകരന് ക്ഷണം. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ 2 പേരും 2 ധ്രുവങ്ങളിൽ തന്നെയാണ്. ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ സമൂഹ നന്മയുടെ കാര്യത്തിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല, കെ സുധാകരൻ പറഞ്ഞു. ജയരാജനും ഞാനും 2 ധ്രുവത്തിൽ തന്നെയാണ്. ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. അതുകൊണ്ട് കാണുന്നതിനും ഒരുമിച്ചിരിക്കുന്നതിനും പരിപാടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതിനും ഒരു ഭ്രഷ്ടുണ്ട് എന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അതൊരു സ്വാഭാവികമായ ഒരു നിമിഷമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. 2 വ്യത്യസ്ത പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അതിൻ്റെ അർത്ഥം വ്യക്തികൾ തമ്മിൽ പരസ്പര വിദ്വേഷത്തിലാണ് എന്നല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചാണ് ജയരാജൻ സംസാരം ആരംഭിച്ചത്. താനും സുധാകരനും തമ്മിൽ വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ല. മാധ്യമങ്ങളും മറ്റും പൊലിപ്പിച്ച് കാണിക്കുന്നതാണ് പല കാര്യങ്ങളും. എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ കാണരുതെന്നും ജയരാജൻ പറഞ്ഞു. മുമ്പ് ഒരു മാധ്യമ പ്രതിനിധി ഞാനുമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ ആ കാര്യം പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിന് അപകടം പറ്റി സംസാരശേഷി തന്നെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. മറ്റൊരു നടനാണ് ശ്രീ സലീം കുമാർ. അപ്പോൾ അദ്ദേഹവുമായിട്ട് അടുത്ത കാലത്ത് മാത്രമാണ് ബന്ധപ്പെടാൻ അവസരമുണ്ടായതെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് അതെപ്പോഴും ആസ്വദിക്കുന്ന ഒരാളാണ്, ഒരു പ്രേക്ഷകനാണ് ഞാൻ. തുടർന്ന് ഒരുമിച്ച് സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരു നേതാക്കളും വേദി വിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് സ്റ്റീൽ സ്ഥാപനത്തിൽ തീയിട്ട സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. പിലിക്കോട് വീതുകുന്ന് സമീപത്തെ KV ബൈജുവിനെയാണ് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 12 പുലർച്ചെ 3 മണിയോടെയാണ് പിലിക്കോട് പടുവളത്തെ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ശ്രീപോർക്കലി സ്റ്റീൽസിന് തീവച്ചത്. വിൽപ്പനശാലയുടെ പിൻവശത്ത് കൂടി ഷീറ്റ് തകർത്ത് അകത്ത് കടന്ന് പെട്രോൾ ഒഴിച്ച് PVC പൈപ്പുകളും ഓഫീസ് കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെയുള്ള 10 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളാണ് തീവച്ച് നശിപ്പിച്ചത്. തീയാളി കത്തുന്നത് കണ്ട് നാട്ടുകാർ സ്ഥാപനമുടമയായ വെള്ളൂരിലെ P. മോഹനെ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ഉടമ പറഞ്ഞു. രാവിലെ ഒരു 4 മണിയോടെയാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ലോറിയൊക്കെ ബ്ലോക്കായി റോഡ് സൈഡ്. അങ്ങനെയാണ് നമ്മളെ വിവരം അറിയിക്കുന്നത് നാട്ടുകാർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് റൂഫിങ് നമ്മുടെ പാർട്ടി മെറ്റീരിയൽ കംപ്ലീറ്റ് കത്തി നശിച്ചായി കണ്ടു. പിന്നെ ഉള്ളിലൂടെ പെട്രോൾ ഒഴിഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടർ. തീവച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി വന്ന ചന്തേര പോലീസ് സബ് ഇൻസ്പെക്ടർ E. അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം
വെള്ളിയാഴ്ച രാത്രിയാണ് പടുകുളം വീതുകുന്നിന് സമീപത്തെ KV ബൈജുവിനെ അറസ്റ്റ് ചെയ്തത്. ബൈജു വെൽഡിംഗ് ഷാപ്പ് ഉടമയാണ്. ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കി. കേസിലെ മറ്റു പ്രതികളായ സുരേഷ്, ഷൈജു എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാലക്കോട് ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ദുരിതം പേറുന്നു. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന മേഖലയാണ് പാലക്കോട് കടപ്പുറം. ആഴക്കടലിൽ നിന്നും മത്സ്യം പിടിച്ച് കരയിലെത്തിക്കണമെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത്. ഇവർ പാലക്കോട് ഹാർബറിലെത്തിച്ചാണ് മത്സ്യം മൊത്ത വിൽപ്പന നടത്തുന്നത്. ഇവിടെ ആഴം കുറഞ്ഞതിനാൽ വള്ളം കരയിലടുപ്പിക്കാൻ സാഹസപ്പെടുകയാണ്. ഇതിനിടയിൽ അപകടവും നിത്യസംഭവമാണ്. ഹാർബറിന് മേൽക്കൂരയില്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യം വാങ്ങാനെത്തുന്നവരും മഴയും വെയിലും കൊള്ളേണ്ടി വരുന്നു. തകർന്ന റോഡിലൂടെയാണ് ഹാർബറിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നത്. കക്കൂസോ കുടിവെള്ള സൗകര്യമോ ഇവിടെയില്ല. ഹാർബറിലുള്ള ലൈറ്റുകളൊന്നും ശരിയാവണ്ണം പ്രവർത്തിക്കുന്നുമില്ല. ഉള്ള ലൈറ്റുകൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ സ്വരൂപിച്ചാണ് നടപ്പിലാക്കിയത്. പാലക്കോട് ഹാർബർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. ഹാർബറിന്റെ വികസനത്തിനായി മാസങ്ങൾക്ക് മുമ്പ് 2 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും ചുവപ്പുനാടയിൽ കുരുങ്ങിയ നിലയിലാണുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് 1.5 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഇല്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പണി തുടങ്ങണമെന്നുള്ളതാണ്. ഇവിടെ ഇഷ്ടം പോലെ മത്സ്യം വരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യമില്ല, അതന്നെ നമ്മളുള്ള പ്രശ്നം. അതുകൊണ്ട് ഇത് മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടിട്ട് ഇത് വേഗം പൂർത്തിയാക്കണമെന്നുള്ളതാണ് നമ്മൾക്കുള്ള അപേക്ഷ മത്സ്യത്തൊഴിലാളികൾ. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണപ്രദമാകേണ്ട ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിളയാങ്കോട് ദേശീയപാതയിൽ വാഹനാപകടം. ലോറിയും കാറും ടെമ്പോയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിളയാങ്കോട് ദേശീയപാതയിൽ ശനിയാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അപകടം നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന പയ്യന്നൂർ സ്വദേശി ജയന്റെ കാറും പിലാത്ര ഭാഗത്തുനിന്ന് വരികയായിരുന്ന ലോറിയും ടെമ്പോയുമാണ് അപകടത്തിൽപ്പെട്ടത്. വിളയാങ്കോട് അമ്പലത്തിന് സമീപത്താണ് അപകടം. മുന്നിൽ പോകുകയായിരുന്ന ഓട്ടോറിക്ഷ സിഗ്നലൊന്നും കൂടാതെ റോഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുറകിൽ അതിവേഗതയിൽ വന്ന ലോറിയാണ് കാറിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് കുതിച്ച കാർ ടെമ്പോയിൽ ഇടിച്ചു നിന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിനിടയാക്കിയ ലോറി പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ കുറച്ചു നേരത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു. ഓട്ടിസം എന്ന വൈകല്യത്തെ അക്ഷരങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. പയ്യന്നൂർ കേളം സ്വദേശിയായ പ്രണവ് എന്ന 14-കാരന്റെ സൃഷ്ടികൾ പുസ്തക രൂപത്തിൽ പ്രകാശനത്തിന് ഒരുങ്ങുകയാണ്. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രണവ്. പറ്റാത്ത പുഴ പോലമ്മ കണ്ണുനീർ എവിടേക്കു പോകുന്നറിയില്ല. മഴ തോരാതെ പെയ്യുന്നു, വീടിൻ്റെ മേൽക്കുര താളമടിക്കുന്നു. ഇത് പ്രണവിന്റെ കവിതയാണ്. അവന്റെ അമ്മയെക്കുറിച്ച് അവൻ എഴുതിയിട്ട വരികൾ. ഓട്ടിസം പ്രണവിന്റെ ശരീരത്തിന് നൽകിയത് അപൂർണതയാണ്. പക്ഷേ അതിലില്ലാത്ത കാവ്യഭാവനയുമായി ശരീരത്തിന്റെ അപൂർണതയെ മനസ്സിന്റെ പൂർണ്ണത കൊണ്ട് പരാജയപ്പെടുത്തുകയാണ് ഈ 14-കാരൻ. ചിന്തകളുടെ സൗന്ദര്യമാണ് അവന്റെ ശക്തി. ശരീരത്തെ ബാധിച്ച വൈകല്യത്തെ മനസ്സുകൊണ്ട് തോൽപ്പിക്കുന്ന കാവ്യാത്മകത, ഇത് അവന്റെ അതിജീവനം കൂടിയാണ്. അക്ഷരങ്ങളാണ് പ്രണവിന്റെ സമ്പത്ത്. അക്ഷരങ്ങളോടൊപ്പമാണ് പ്രണവിന്റെ യാത്രയും. ശരീരം സ്വന്തം ആഗ്രഹത്തിനെതിരായി പ്രവർത്തിക്കുമ്പോഴും തൂലികയെ മുൻനിർത്തിയുള്ള ഒരു പകർന്നാട്ടം. ആത്മവിശ്വാസം കൊണ്ടാണ് വൈകല്യത്തെ പ്രണവ് മറികടന്നത്. അവന്റെ കവിതകളിൽ മനസ്സിന്റെ വിങ്ങലുണ്ട്. മഴയോടുള്ള പ്രണയമുണ്ട്. അമ്മയോടുള്ള സ്നേഹവുമുണ്ട്. സൃഷ്ടികൾ ഒരു പുസ്തക രൂപത്തിലേക്ക് എത്തുമ്പോൾ അമ്മ മഴ എന്ന അതിന്റെ പേരിലുമുണ്ട് ആർദ്രത. മകന്റെ ഒരു ഇടർച്ച പോലും സഹിക്കാതെ കൂടെ നിൽക്കുന്ന അമ്മയും അച്ഛനുമാണ് പ്രണവിന്റെ കരുത്ത്. പ്രണവിന്റെ ആശയങ്ങളെ അക്ഷരരൂപത്തിൽ കടലാസിലേക്ക് പകർത്തുന്നതും അമ്മയുടെ ഈ കൈകൾ തന്നെയാണ്. പരിപാടിക്കെല്ലാം കൂടി സമ്മാനങ്ങളെല്ലാം വാങ്ങലായി. പിന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പം ട്രെയിനിങ്ങിന് ഒരു മാഷ് വന്നു.
പിന്നെ അവർ കുറേശ്ശെ കഥയും കവിതയെല്ലാം എഴുതാൻ അറിയുന്നുണ്ടെന്ന് കണ്ടെത്തി. പിന്നെ അയാൾ പിന്നെ ഇവിടുന്ന് ഒരു അനുമോദനം ഉണ്ടായി, കേളോത്ത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറെ. അവിടെ നിന്നാണ് പിന്നെ ചെയർമാൻ തീരുമാനിച്ചത് പുസ്തകം ഇറക്കാമെന്നുള്ള. പിന്നെ മാഷും അധികം പ്രോത്സാഹിപ്പിച്ചു. എല്ലാം കഥയും കവിതയെല്ലാം ആദ്യം എഴുതണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു രൂപത്തിലായി. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രണവ്. ഓട്ടിസ ബാധിതനായ ഒരു വിദ്യാർത്ഥിയല്ല അവനിവിടെ. അങ്ങനെ ആരും അവനെ പരിഗണിക്കാറുമില്ല. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഇഴചേർന്ന് ജീവിക്കാൻ ലഭിച്ച അവസരമാണ് അവന്റെ മനസ്സിലെ വർണ്ണങ്ങൾക്ക് മിഴിവേറ്റിയത്. പ്രണവിന്റെ കഴിവ് മനസ്സിലാക്കിയ പയ്യന്നൂർ നഗരസഭ ചെയർമാൻ ശശി വട്ടക്കോവലിന്റെ നേതൃത്വത്തിൽ സൃഷ്ടികളെ ഒരു പുസ്തക രൂപത്തിലാക്കാൻ മുൻകൈയെടുക്കുകയായിരുന്നു. പ്രണവിന്റെ അധ്യാപകരും ഈ സംരംഭത്തെ ഏറ്റെടുത്തപ്പോൾ അമ്മ മഴ സാധ്യമായി. പിന്നെ അവനോടായിട്ട് അടുത്ത് പെരുമാറാനുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും കിട്ടിയപ്പോൾ ഒരുപാട് കഴിവുകളുള്ളൊരു കുട്ടിയാണെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി. അവൻ്റെ ചെറിയ ചെറിയ പരിഭ്രമങ്ങൾ, ചെറിയ ചെറിയ വിഷമങ്ങൾ, ഇതൊക്കെ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഇവിടെ വന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവനെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഓൻ ചില കഥകളും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എഴുതുമെന്നും എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി. ഇറ്റിറ്റിപ്പുള്ള് പ്രസാദനം നിർവഹിക്കുന്ന അമ്മമഴയുടെ പ്രകാശനം ഓഗസ്റ്റ് 9 നടക്കും. അംബികാസുധൻ മാങ്ങാടിന്റെ ആശംസാ കുറിപ്പുമായാണ് അമ്മമഴ പ്രകാശനത്തിന് തയ്യാറെടുക്കുന്നത്. 9 കവിതകളും 9 ചെറുകഥകളുമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. പ്രണവ് ഒരു മാതൃകയാണ്. വൈകല്യം ജീവിതത്തിന്റെ പരാജയമാണ് എന്ന മൂഢവിശ്വാസത്തിൽ ജീവിക്കുന്നവർക്കുള്ള ഒരു മാതൃക. നീലപ്പട്ടണിഞ്ഞ മാടായിപ്പാറയിൽ മയിലുകളും വിരുന്നെത്തി. ഏറെ ആഹ്ലാദത്തിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ. നീലപ്പട്ടണിഞ്ഞ മാടായിപ്പാറയിൽ മയിലുകളും വിരുന്നെത്തി. ഉച്ചയോടെയാണ് മയിലിനെ കണ്ടത്. മഴ പെയ്ത് പാറ കുളിർത്തതോടെ മാടായിപ്പാറ നിറയെ കാക്കപ്പൂക്കൾ നിറഞ്ഞിരിക്കുകയാണ്. ഇത് കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ അപൂർവങ്ങളായ ദേശാടന കിളികളും വിരുന്നെത്താറുണ്ട്. അലാസ്കൻ മഞ്ഞക്കാലി, വെള്ളവരിയൻ, ചാരക്കഴുത്തൻ, യൂറോപ്യൻ പനങ്കാക്ക, കാസ്പിയൻ മണൽക്കോഴി എന്നിവയും മാടായിപ്പാറയിൽ വിരുന്നെത്താറുണ്ട്. ഇന്ത്യയിൽ അപൂർവമായി കണ്ടുവരുന്ന സൈബീരിയൻ നീർക്കാക്കയും കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടെത്തിയിരുന്നു. മാടായിപ്പാറയിൽ വിരുന്നെത്തിയ മയിൽ ഏറെ കൗതുകമാണെന്ന് ഇവിടെ എത്തിയ സഞ്ചാരികൾ പറയുന്നു. നമ്മളിവിടെ മാടായിപ്പാറയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കാക്കപ്പൂവിൻ്റെ. അപ്പോൾ ആണ് മയിലിനെ കാണുന്നത്. ആദ്യമായിട്ടാണ് മാടായിപ്പാറയിൽ ഒരുപാട് പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് മയിലിനെ കാണുന്നത്. മാടായിപ്പാറയിലെ കാക്കപ്പൂകൾക്കും കൃഷ്ണപ്പൂകൾക്കും ഒപ്പം മയിലുകൾ കൂടി വന്നതോടെ മാടായിപ്പാറയുടെ ഭംഗി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. കൂടുതൽ സഞ്ചാരികൾ ഇപ്പം മാടായിപ്പാറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാടായിപ്പാറയിൽ നിരവധി സഞ്ചാരികളാണ് ദിവസേന എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം ക്ഷീര ടവറിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് N. രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് KV മുരളീധരന്റെ അധ്യക്ഷതയിൽ NGO സംസ്ഥാന പ്രസിഡന്റ് N. രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ സ്ഥലം മാറ്റത്തിന് പിതാവില്ലാത്ത ഒരു സ്ഥലം മാറ്റമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് സ്ഥലം മാറ്റം തുടങ്ങിയ ദിവസം തന്നെ ഇതിന്റെ ക്രൂരത ബോധ്യപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിൽ പോയി ഞാൻ സംസാരിച്ചു. എന്തുകൊണ്ട് തൊട്ടടുത്തിരിക്കാൻ യോഗ്യതയുള്ള ശ്രീ EP ജയരാജനെ കണ്ടു. അദ്ദേഹം സ്ഥലം മാറ്റങ്ങളെല്ലാം ഉടൻ റദ്ദു ചെയ്യുമെന്നാണ് പറഞ്ഞത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ T. സുരേന്ദ്രൻ, K. മധു, T. മോഹൻകുമാർ, നാരായണൻകുട്ടി മനിയേരി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ബ്രാഞ്ച് ട്രഷറർ B. വിജയകുമാർ, സെക്രട്ടറി PV അശോകൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയപ്പ് സമ്മേളനം, സംഘടനാ ചർച്ച,
വാർഷിക ജനറൽ ബോഡി യോഗം എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രക്താർബുദ ബാധിതനായ വിദ്യാർത്ഥി ചികിത്സാ സഹായം തേടുന്നു. പെരിങ്ങോം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയും മാടക്കാംപൊയിലെ ഇളമ്പാശ്ശേരി റോയിയുടെയും ഷീജയുടെയും മകനുമായ അമൽ റോയിയാണ് ഉദാരമതികളുടെ കനിവ് തേടുന്നത്. നിർധന കുടുംബമായതിനാൽ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കുട്ടിയുടെ മാതാപിതാക്കൾ ദുരിതമനുഭവിക്കുകയാണ്. ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ജനാർദ്ദനൻ ചെയർമാനും NV സുജിത്ത് കൺവീനറുമായി നാട്ടുകാർ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ സിൻഡിക്കേറ്റ് ബാങ്ക് പെരിങ്ങോം ബ്രാഞ്ചിലെ 424010034675 എന്ന അക്കൗണ്ടിലേക്ക് IFSC കോഡ് നമ്പർ SYNB 0004240 സംഭാവനകൾ അയയ്ക്കുകയോ 8281594479 എന്ന നമ്പറിൽ ചികിത്സാ സഹായ സമിതിയുമായി ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തൃക്കരിപ്പൂരിലെ തീരദേശ റോഡിനും നടുവടിഞ്ഞ കണ്ണങ്കൈ കൂവപ്പുറം പാലത്തിനും ശാപമോക്ഷമാകുന്നു. അറ്റകുറ്റപ്പണികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നടുവൊടിഞ്ഞ് ഭീതിജനകമായ നിലയിലുള്ള പാലം പൊളിച്ചുമാറ്റിയും റോഡ് വീതി കൂട്ടിയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ മുറവിളിക്ക് പരിഹാരമാകും. ഒളവറ മുതൽ വെള്ളാപ്പ് ജംഗ്ഷൻ വരെയുള്ള തീരദേശ റോഡിന്റെ പ്രവൃത്തിക്കും ഇതോടെ തുടക്കമാകും. പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടി റീടാറിംഗ് നടത്തുന്നതിനും ആവശ്യമായ ഇടങ്ങളിൽ ഓവുചാലുകൾ നിർമ്മിക്കുന്നതിനും കണ്ണങ്കൈ കൂവപ്പുഴ പാലം പുതുക്കിപ്പണിയുന്നതിനും പ്രഭാകരൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 5.5 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണ്. ഇതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ ടെൻഡർ നടപടികൾ വൈകുകയായിരുന്നു. പാലത്തിന്റെ പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി പൊതുമരാമത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം കൂവപ്പുഴ പാലം സൈറ്റ് സന്ദർശിച്ചിരുന്നു. പാലം പണിയുടെ ഭാഗമായി ഗതാഗത തടസ്സം നേരിടാതിരിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒളവറ മുതൽ വെള്ളാപ്പ് വരെയുള്ള 6.5 കിലോമീറ്റർ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹന ഗതാഗതത്തിന് വളരെ അസൗകര്യമായിരുന്നു. നാളുവരെയായും MLAയും MPയും ഒക്കെ ഉണ്ടായിട്ടും 1 രൂപ പോലും ഈ പാലത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിൻ്റെയും ഒക്കെ സമഫലമായി കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് 5.5 കോടി രൂപ ഈ പാലത്തിൻ്റെയും റോഡിൻ്റെയും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമാധാന സന്ദേശം ഉയർത്തി ഏഴോം GM UP സ്കൂളിൽ വിദ്യാർത്ഥികൾ 1000 സുഡോക്കോ കൊക്കുകളെ നിർമ്മിച്ചു. ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായാണ് കൊക്കുകളെ നിർമ്മിച്ചത്. മനുഷ്യ മനസ്സിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സഡാക്ക കൊക്കുകളെ നിർമ്മിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച 1000 സഡാക്ക കൊക്കുകളെ സ്കൂൾ മുറ്റത്ത് തൂക്കിയിട്ടു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ചേർന്നാണ് 1000-ലധികം കൊക്കുകളെ നിർമ്മിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഗിരിജാദേവി മുഖ്യപ്രഭാഷണം നടത്തി. വരുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധം നമുക്ക് ആവശ്യമില്ല എന്നൊരു ബോധം കുട്ടികളുടെ മനസ്സിൽ വളർന്നു വരികയും വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ഓഗസ്റ്റ് 6 സഡാക്കോ സുസുക്കിയുടെ ഓർമ്മയ്ക്കായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സഡാക്കോ പക്ഷികൾ 1000 എണ്ണം സൃഷ്ടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ. സ്കൂൾ ലീഡർ ഫാത്തിമത്ത് സഹല യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സജീവൻ, P. ലീല, K. രഞ്ജിത്ത്, MV പ്രത്യുഷ, M. പ്രജിത, TP രതിക, ആർട്ടിസ്റ്റ് രുഗ്മ പ്രവീൺ, നികേഷ്, KV രാജൻ, P. അശ്വിനി, വത്സൻ മുള്ളിക്കൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. ഘോഷയാത്രയും സംഘടിപ്പിച്ചു. മാന്യഗുരു UP സ്കൂൾ അങ്കണത്തിൽ നിന്ന് തുടങ്ങിയ പ്ലക്കാർഡുകളുമേന്തിയുള്ള ഘോഷയാത്ര ഓണക്കുന്നിലെത്തി തിരിച്ച് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. കുട്ടികൾ അവരുടെ ആശയം വെച്ചുകൊണ്ടെഴുതിയ പ്ലക്കാർഡുകളും കൈകളിലേന്തിയിരുന്നു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട, ഇന്നു മാംസത്തിന്റെ ഗന്ധം എരിഞ്ഞു കത്തുന്നു, നാഗസാക്കിയിലും ഹിരോഷിമയിലും മുതലായ ആശയങ്ങളായിരുന്നു പ്ലക്കാർഡുകളിൽ.
പ്രധാനാധ്യാപിക OT ഖദീജ ടീച്ചർ നേതൃത്വം നൽകി. സുമതി ടീച്ചർ, പ്രശാന്ത് മാസ്റ്റർ, രാജേഷ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പുന്നക്കടവ് പാലം തൂണുകൾ ദ്രവിച്ചും സ്ലാബുകൾ തകർന്നും അപകട ഭീഷണിയിൽ. അറ്റകുറ്റപ്പണി നടത്താത്തതും തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പുന്നാക്കടവ് പാലം അപകട ഭീഷണിയിലാണ്. 1972 നിർമ്മിച്ച പാലത്തിന്റെ 4 തൂണുകളും തകർച്ചയുടെ വക്കിലാണ്. തൂണുകളുടെ കോൺക്രീറ്റ് പാളികൾ ഇളകി കമ്പികൾ തുരുമ്പെടുത്ത് പുറന്തള്ളിയ നിലയിലാണ്. പാലത്തിന് അടിഭാഗത്തെ സ്ലാബുകളിൽ പലതും കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ തുരുമ്പെടുത്തിട്ടുമുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമായ നാവിക അക്കാദമിയിലേക്കടക്കം എത്തിച്ചേരുന്ന ഈ പാലം ഏത് നിമിഷവും തകരാൻ സാധ്യതയേറെയാണ്. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പാലം തകർച്ചയിലെത്താൻ കാരണമായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 72 നവംബർ മാസമാണ് പുന്നാക്കടവ് പാലം യാഥാർത്ഥ്യമായത്. രാമന്തളി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെ കാലത്തെ മുറവിളിയുടെ ഭാഗമായിട്ട് EMS ഗവൺമെൻറ് ഇതിന് തറക്കല്ലിടുകയും 72 പണി പൂർത്തിയായി ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത പാലത്തിൻ്റെ പ്രധാനപ്പെട്ട 4 തൂണുകൾ ഇപ്പോൾ ദ്രവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. കൂടാതെ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുലുക്കവും അനുഭവപ്പെടുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്തി പാലം ബലപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ഗംഗാധരൻ വെള്ളൂർ റാലി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ K. കീർത്തിമോൾ അധ്യക്ഷത വഹിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണത്തിന്റെ ഭീകരത ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 6ഉം ആഗസ്റ്റ് 9ഉം. അണുബോംബിന്റെ സംഹാരശക്തി ലോകം അറിഞ്ഞത് അന്നാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കുവാനും ലോകത്ത് സമാധാനം പുലരുവാനും വേണ്ടിയുള്ള ആഹ്വാനത്തോടെയാണ് NSS യൂണിറ്റ് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളായ ആഷിഖ് SP, ഐശ്വര്യ G. നായർ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CK ശ്രീജ, നീന എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിപ്പാൽ SVUP സ്കൂളിൽ അന്താരാഷ്ട്ര പയർ വർഷാചരണത്തോടനുബന്ധിച്ച് പയർ മഹോത്സവം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തോടനുബന്ധിച്ച് കരിപ്പാൽ SVUP സ്കൂളിൽ പയർ മഹോത്സവം നടന്നു. പയർ നമ്മളോട് പറയുന്നത് എന്ന വിഷയത്തിൽ ക്ലാസും നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതാണ് ഈ വർഷത്തിൽ ചെയ്യേണ്ടത്, അല്ലെ? തിന്നാൻ മാത്രം പുറപ്പെട്ടാൽ പയറില്ലാതെ തിന്നാൻ പറ്റും. അപ്പോൾ പയർ ഉത്പാദിപ്പിക്കണം, പയർ തിന്നും വേണം. ഈ പയർവർഷത്തിന്റെ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയോ? എന്നാ ഞാൻ പറയാം, അതിലേക്ക് പറയോ? ഭക്ഷ്യസുരക്ഷ. എന്താണ് ഭക്ഷ്യസുരക്ഷ? ഗ്രാമപഞ്ചായത്ത് മെമ്പർ TV അനീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ KC ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു. പയർ നമ്മളോട് പറയുന്നത് എന്ന വിഷയത്തിൽ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ P. ജയരാജ് ക്ലാസ് എടുത്തു. തുടർന്ന് രക്ഷിതാക്കളുടെ പയർ വിഭവങ്ങളുടെ മത്സരം നടന്നു. സ്വരാജ് സ്വാതന്ത്ര്യ സമര ചരിത്ര ചിത്രപ്രദർശനവും നടന്നു. EV പത്മനാഭൻ, K. രജനി, രുക്മിണി പാലങ്ങാട്, ബിന്ദു K തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒളിമ്പിക്സിനെ വരവേറ്റ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റൺ ഫോർ റിയോ എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് ഉദ്ഘാടനം ചെയ്തു. സൈഡാക്കി സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തുടർച്ചയായി 5 വർഷം കണ്ണൂർ റവന്യൂ ജില്ലാ ചാമ്പ്യന്മാരായ സ്കൂളിലെ അത്ലറ്റുകളും മറ്റ് കായിക താരങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. പുളിങ്ങോം ടൗണിൽ പെരിങ്ങോം CRPF DIG MJ വിജയ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം ജാൻസി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കുസുമം ജോസഫ്, PTA പ്രസിഡന്റ് സജി കണിയാമ്പറമ്പിൽ, സൈജു അഗസ്റ്റ്യൻ, സജി മാത്യു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഡിജിറ്റൽ ബാങ്ക് ഉദ്ഘാടനവും കസ്റ്റമേഴ്സ് മീറ്റും തിങ്കളാഴ്ച ചെറുകുന്നിൽ നടക്കും. ബാങ്കിംഗ് രംഗത്തേക്ക് കടക്കുകയാണ്. ആധുനികമായ ബാങ്കിംഗ് സംവിധാനം ഈ
നിലവിൽ ബാങ്കിൽ കോർ ബാങ്കിംഗ് സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 3 പതിറ്റാണ്ട് കാലമായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പഴയങ്ങാടി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഡെബിറ്റ് കാർഡ്, APBS, ഡിജിറ്റൽ പാസ്ബുക്ക് തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ബാങ്ക് നടപ്പാക്കുന്നത്. ഇന്ത്യയുടെ ഏത് ബാങ്കിൻ്റെയും ATM-ൽ നിന്നും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാം. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ചെറുകുന്ന് രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച സഹകരണ സംഘം രജിസ്ട്രാർ A. അബ്ദുൾ റഷീദ് നിർവഹിക്കും. KV രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നിക്ഷേപവും ഇൻകം ടാക്സും എന്ന വിഷയത്തിൽ ക്ലാസ് നടക്കും. ചെറുകുന്നിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ MP ഉണ്ണികൃഷ്ണൻ, സുനിൽ പ്രകാശ്, SV നാസർ, PP സരോജിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി UP സ്കൂളിൽ രാമായണ വിചാരവും NE കൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണവും നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് പരിപാടി ഒരുക്കിയത്. കൊഞ്ചിലമ്പും വളകളുമണിയിച്ചമ്മതന്നംഗഭാഗേ ലീലാഗോപാലവേഷത്തൊടു മുരളിയുമായി കാലിമേയ്ക്കുന്ന കോലും ചാലേ കൈക്കൊണ്ടു മന്ദസ്മിതമൊടുമരുവും പൈതലേ കൈതൊഴുന്നേൻ. ടി രാധയുടെ അധ്യക്ഷതയിൽ KMP നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. KK ഗോവിന്ദൻ മാസ്റ്റർ രാമായണ പ്രഭാഷണം നടത്തി. PT ഗോവിന്ദൻ നമ്പ്യാർ EN കൃഷ്ണൻ നമ്പ്യാരെ അനുസ്മരിച്ചു. തുടർന്ന് അക്ഷരശ്ലോക സദസ്സും നടന്നു. അനഘ K, V വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം വിദ്യാർത്ഥികൾ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചു. ഹോപ്പിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ സിമേത്തി നിർവഹിച്ചു. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ സായിലാൽ, അധ്യാപകരായ സവിൻ, ഋതിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചിട്ടുള്ളത്. ഹോപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 50ഓളം വരുന്ന NSS അംഗങ്ങളും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളും സ്റ്റാഫ് പ്രതിനിധികളൊക്കെയാണ് ഹോപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിട്ടുള്ളത്. ചടങ്ങിൽ ഹോപ്പ് പ്രതിനിധി രവീന്ദ്രൻ മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ ഹോപ്പ് പരിസരം വൃത്തിയാക്കുകയും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുകയും രോഗികളെ പരിപാലിക്കുകയും ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹോമിയോ ആശുപത്രിയും IRPC കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ കമ്മിറ്റിയും ചേർന്ന് മൂശാരിക്കോവൽ റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹോമിയോ ആശുപത്രിയും IRPC കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂശാരിക്കോവൽ റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. മുൻ വൈസ് പ്രസിഡന്റ് K. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ജനാർദ്ദനൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർമാരായ രമേശൻ, സതീശൻ, അജിത, സംഗീത, ഷൈനി, HA ഗിരീഷ്, ശ്യാമള തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗികളെ പരിശോധിച്ചു. റിയോ ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മാന്യഗുരു സ്കൂൾ കുട്ടികൾ 5 വളയത്തിന്റെ ആകൃതിയിൽ വൃത്തം തീർത്തു. നിരവധി കുട്ടികൾ പങ്കെടുത്തു. വിദ്യാലയാങ്കണത്തിൽ ഒത്തുചേർന്ന കുട്ടികൾ ഒളിമ്പിക്സിന്റെ 5 വളയത്തിന്റെ 5 കളറിലുള്ള റിബൺ അവരുടെ കൈകളിൽ അണിഞ്ഞിരുന്നു. പ്രധാന അധ്യാപിക OT ഖദീജ ടീച്ചർ നേതൃത്വം നൽകി. ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഒളിമ്പിക് മേളയ്ക്ക് മാന്യഗുരു UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒളിമ്പിക് വളയം തീർത്ത് ആശംസകൾ അർപ്പിച്ചു. കരിവെള്ളൂരിൽ ലോറി ഡ്രൈവർ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. 45 വയസ്സുകാരനായ തമിഴ്നാട് സ്വദേശി പാണ്ഡിയാണ് മരണപ്പെട്ടത്. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണത്തിനായി സിമന്റ് കൊണ്ടുവന്നതായിരുന്നു പാണ്ഡി എന്ന തമിഴ്നാട്ടുകാരൻ. ലോറി സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉടനെ കരിവെള്ളൂർ CHC എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
കേരളത്തിൽ പരസ്യ മദ്യപാനം വർദ്ധിക്കുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ മദ്യാസക്തി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അവരുടെ ആഘോഷവേളകൾ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ദുരന്തങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റോഡരികിൻ്റെ ഏതെങ്കിലും മൂലയിലിരുന്ന് മദ്യപിക്കുന്ന ശീലം കൂടി വരികയും അത് അവിടെ തന്നെ പൊട്ടിച്ച് തകർക്കുകയും അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ വലിയൊരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ കഴിയുന്നത്ര മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്നെല്ലാം മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചു. കാരണം പലതരം രോഗങ്ങൾ ഇപ്പം ഡോക്ടർമാരെന്നെ പറയുന്നത് രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇപ്പോൾ ഉണ്ടാക്കിയ മരുന്നിന് വരെ ഇല്ല എന്ന് വരെ പേപ്പറിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഇതിനൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ജൈവ കർഷകം ആയിരിക്കണം. ജൈവ കാർഷിക വിളകൾ നമ്മൾ ഭക്ഷിക്കാനുള്ള നിലയിലേക്ക് എത്തിച്ചേരേണ്ട ഇരിക്കുന്നു. പരസ്യമദ്യപാനത്തിനെ എതിർക്കുന്നൊന്നുമില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എതിർക്കാതിരിക്കാനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മദ്യഷാപ്പ് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും പിന്നെ എവിടുന്ന് കുടിക്കേണ്ടി ഇപ്പോൾ ഈവരെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. അയ്യോ, അപ്പോൾ കുടിക്കുന്നവരെ ഇരുന്നാലും കുടിക്കണം തീർച്ചയായിട്ടുമോ. വ്യാപകമായ രീതിയിൽ മദ്യപാനം നടക്കുകയാണ്. സാമൂഹ്യദ്രോഹികളും മയക്കുമരുന്ന് മാഫിയകളും ഇവിടെ സ്ഥിരമായി കറങ്ങുന്നതായിട്ടാണ് വിവരം കിട്ടുന്നത്. ഇതിനെതിരെ അധികൃതർക്കോട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായതായി കാണുന്നില്ല. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ സമൂഹത്തിനും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കും ഇത് അപകടമായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യമായി ഉന്നത നിലയിലുള്ള ആളുകളുടെ മദ്യപന്മാരുടെ ക്യൂ ആണ്. കാറുള്ളവർ നിർമ്മിച്ച നീതി, ബസ്സുള്ളവർ നിർമ്മിച്ച നീതി, മോട്ടോർ ബൈക്കുള്ളവർ നിർമ്മിച്ച നീതി, അതുമുതൽ ലിയോ ഒളിമ്പിക്സ് വരെ ഞാൻ കേൾക്കുന്നത് റഷ്യനെ പുറത്താക്കിയ മദ്യ നയത്തിൻ്റെ കാര്യം. പീരക്കാന്തടം പ്രാദേശികം മുതൽ ലിയോ ഒളിമ്പിക്സ് വരെ ഇന്ന് കേൾക്കുന്ന പ്രശ്നം മദ്യത്തിൻ്റെതാണ്. സ്ഥലങ്ങളിലെ മദ്യപാനം ഇന്നൊരു സാർവത്രികമായിട്ട് പഠനം പിടിച്ചിട്ടുണ്ട്. അതിലൊന്ന് പരസ്യമായ മദ്യപാനത്തെ ഗവൺമെൻറ് എതിർക്കുന്നതെന്നില്ലയാണ്. നിലവിലുള്ള ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി കുറക്കുക, ഔട്ട്ലെറ്റുകൾ ബാറുകൾ അടച്ചുപൂട്ടുക, അതേസമയം തന്നെ ഗവൺമെൻറ് അധികൃതമായി മദ്യം വെക്കുകയും അത് കുടിക്കാനുള്ള സൗകര്യം ഒരുക്കാതിരിക്കുക. ഇതൊരു ദുരന്തഫലമാണ്. സാധാരണക്കാരന് ആളുകൾ പറയുന്നത് വിപരീതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുടിച്ച് മദ്യപാനത്തിന് അടിമയായി തീർന്ന ആളുകൾ സ്ഥലകാല ബോധമില്ലാതെ റോഡിലും കിടത്തണ്ണയിലും കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗുരുതരമായ വിപത്താണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ കേരളത്തിന്റെ വികസനം സാധ്യമല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ജയരാജൻ സ്വിച്ച് ഓൺ ചെയ്തു. കെ സുധാകരൻ ക്ലാപ്പടിച്ചു. സലീംകുമാറിന്റെ പുതിയ ചിത്രം കറുത്ത ജൂതൻ കുന്നരുവിൽ ചിത്രീകരണം ആരംഭിച്ചു. പാലക്കോട് ഹാർബറിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്. മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ദുരിതം പേറുന്നു. പിലിക്കോട് സ്റ്റീൽ സ്ഥാപനത്തിൽ തീയിട്ട സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ഓട്ടിസം എന്ന വൈകല്യത്തെ അക്ഷരങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി പ്രണവ് എന്ന 14-കാരൻ. പ്രണവിന്റെ രചനകൾ കോർത്തിണക്കിയ അമ്മ മഴ പ്രകാശനത്തിനൊരുങ്ങി. ഈ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.